എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വചനദീപ്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം ആത്മീയ രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുന്ന പലരും പറയുന്ന വാക്കാണ്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി, പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങിയതോടുകൂടി പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി. എന്നാൽ കൂദാശകളില്ല, പ്രാർത്ഥനയില്ല, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. അല്പം പ്രാർത്ഥനയും വിശ്വാസവും കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴേക്കാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയത്. ഒരു ആത്മീയ ഭാഷയാണ് സഹനം. അത് ഈ കാലയളവിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കിയൊരു പേരാണ് സഹനം. പണ്ട് ധ്യാനമില്ലാത്ത കാലത്ത് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ചൈതന്യമില്ലാത്ത കാലത്ത് നമ്മൾ പറഞ്ഞ വാക്കെന്തായിരുന്നു? ഇത് തലയിലെഴുത്തെന്ന് പറയും, എൻ്റെ വിധി എന്ന് പറയും. ആ രീതിയിലായിരുന്നു നമ്മളതിനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമ്മളതിന് മനോഹരമായ വാക്ക്, എല്ലാവരും പറയുന്ന വാക്കാണ്, എന്തൊരു സഹനമാണ്. എന്നാൽ ഈ ഒരു തിരുവചനം എൻ്റെ ചിന്തകളെ മാറ്റിമറിച്ചു. വിശുദ്ധ ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. ആരും വിളക്ക് കൊളുത്തി കട്ടിലിനടിയിൽ വയ്ക്കുന്നില്ല, അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, ഈ കട്ടിലിനടിയിലിരിക്കുന്ന വിളക്കും പീഠത്തിന്മേലിരിക്കുന്ന വിളക്കും രണ്ടും സംഭവം ഒരേ പണിയാണ് ചെയ്യുന്നത്, രണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കട്ടിലിനടിയിലിരിക്കുന്ന വിളക്ക് ആർക്കും അതിൻ്റെ പ്രകാശം നൽകുന്നില്ല, പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ചെയ്യുന്നില്ല, പക്ഷെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ കാണാം, വലിയ പ്രാർത്ഥനയില്ല, വലിയ വിശ്വാസമില്ല, അങ്ങനെ ഒരു ആവറേജ് രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് കാണാം. എന്നാൽ പീഠത്തിന്മേലിരിക്കുന്ന വിളക്ക്, പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, കുർബാനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ആ വ്യക്തി പീഠത്തിന്മേലിരിക്കുന്ന വ്യക്തി എന്ന്, ആ പീഠത്തിന്മേലിരിക്കുന്ന വിളക്കിന് തുല്യം എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഈ അടുത്ത കാലത്ത് ഒരു ചിന്ത തരികയാണ്, കട്ടിലിന് അടിയിലിരിക്കുന്ന വിളക്കിന് ഒരു പ്രശ്നവുമില്ല, അതിൻ്റെ അടുത്തേക്ക് കാറ്റും ചെല്ലുന്നില്ല, അത് ചുമ്മാ ഇരുന്ന് കത്തിയാൽ മതി. പക്ഷെ പീഠത്തിൻ്റെ മേലിരിക്കുന്ന വിളക്കിന് നേരെ സദാസമയത്ത് കാറ്റിൻ്റെ ഉപദ്രവം ഉണ്ടാകും. എവിടെ നിന്നാണ് കാറ്റ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ വിളക്കിന് മാന്യമായിട്ട് കത്താൻ പറ്റുന്നില്ല. അതെപ്പോഴും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. കത്തുന്ന വിളക്കിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം. ഓപ്പണായിരിക്കുന്നൊരു സ്ഥലത്താണെങ്കിൽ ആ വിളക്ക് വളരെയധികം ഒരു ഏറ്റുമുട്ടലാണ്, കാറ്റുമായൊരു ഒരു മൽപ്പിടുത്തമാണ്. പീഠത്തിന്മേലിരിക്കുന്ന വിളക്കിനെ ഈ പ്രശ്നമുള്ളൂ, ഈ കാറ്റിൻ്റെ ഉപദ്രവമുള്ളൂ. ഒരു യുദ്ധത്തിലാണ് ആ വിളക്കും കാറ്റും തമ്മിൽ. എന്നിട്ടാണ് അത് പ്രകാശം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പാതയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ഈ ലോകത്തിൻ്റെ അരൂപി അല്ലെങ്കിൽ ശത്രുവായ സാത്താൻ പല രീതിയിലും നമ്മളെ പ്രലോഭിച്ചുകൊണ്ടിരിക്കും. ആ കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് പല രീതിയിലും വന്നുകൊണ്ടിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടും, ദാരിദ്ര്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും, രോഗങ്ങൾ പല വഴിയിലൂടെയും വന്നുകൊണ്ടിരിക്കും. ഈ കാറ്റുമായിട്ടുള്ളൊരു യുദ്ധത്തിലാണ് പിന്നെ ആ വിശ്വാസി. അതുകൊണ്ട് വിളക്കിന് നേരെ കാറ്റ് വരുന്നത് പോലെയാണ് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ നേരെ സഹനങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ നേരിടുക എന്നത്, കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള കൃപ കർത്താവ് തരുന്നു. കാരണം ആത്മീയ രംഗത്ത് വന്നപ്പോഴാണ് ചില വ്യക്തികളെ കണ്ട് അതിശയിക്കാനിടയായത്. നമ്മൾ ഈ പറയുന്ന സഹനം ചിലർക്ക് സഹനമേ അല്ല. നമുക്കൊരു നിസ്സാര മുട്ടുവേദന, തലവേദന അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അത് വലിയ സഹനമായിട്ട് നമ്മൾ പറയും. ചിലരുടെ ജീവിതത്തിൽ ഇത് ദൈവം കൃപയാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രശ്നത്തിലേക്ക് ഒരിക്കലും നോക്കുന്നില്ല എന്നുള്ളതാണ്. അത് ദൈവകരങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമേ അല്ല. എൻ്റെ ഈ അവസ്ഥ എൻ്റെ കർത്താവ് കാണുന്നു, അതുകൊണ്ട് കർത്താവിന് അതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്, കർത്താവ് അത് നന്മയ്ക്കായി മാറ്റും എന്ന ഒരു വലിയ ബോധ്യം ചില വ്യക്തികൾക്ക് കൈമുതലായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചിലർക്കിത് കിട്ടാത്തത് കൊണ്ടാണ്
നമ്മളെന്നും പരാതിപ്പെട്ടിയായിട്ട് മാറിയത്. ഒരു ധ്യാന ഗുരുവിനെ കാണുമ്പോൾ, ഒരു വൈദികനെ കാണുമ്പോൾ, ഒരു കന്യാസ്ത്രീയെ കാണുമ്പോൾ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോഴേക്ക് ഇന്നും ജനം ഓടിക്കൂടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നാട്ടുകാർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അച്ഛാ പ്രാർത്ഥിക്കച്ഛാ, ബ്രദറെ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന എല്ലാം നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ കുട്ടികളുടെ പരീക്ഷയെ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ പരീക്ഷയെ പറ്റി പറയുന്നത് 95 വയസ്സുള്ള അമ്മൂമ്മയായിരിക്കും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ കാര്യം പറയാമായിരുന്നു ഈ പ്രായത്തിൽ. പക്ഷെ അമ്മൂമ്മ പറയുന്നത് പേരക്കുട്ടിയുടെ പരീക്ഷയെ പറ്റിയായിരിക്കും. മറ്റുള്ളവരുടെ വിഷയത്തെപ്പറ്റി. സ്വന്തം കുടുംബത്തിൽ നമ്മളിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. വേറൊരു വ്യക്തിയിലേക്ക് നമ്മൾ നോക്കുകയോ നമ്മുടെ പ്രാർത്ഥന വേറെ വ്യക്തിക്ക് നമ്മൾ നൽകുകയോ ചെയ്യുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണ് നനയിപ്പിച്ച ഒരു സംഭവം, ഞാനൊരു ധ്യാന ഹാളിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറി. ഇൻ്റർവെൽ സമയത്ത് ഞാൻ പുറത്ത് വന്നു. ചായ കഴിഞ്ഞ് വീണ്ടും ഞാൻ കയറുന്ന സമയത്ത് അവിടെ സാക്ഷ്യ ശുശ്രൂഷയുടെ സമയമാണ്. തലയാഴ്ച വന്ന് വചനം കേട്ട് പോയ പല വ്യക്തികൾക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരിയേറെ ചേച്ചിമാർ കയറി, അവർക്ക് കൈമുട്ട് വേദന മാറി, കാൽവേദന മാറി, തലവേദന, ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നോട്ടം ഒരു പെൺകൊച്ചിലേക്ക് മാത്രം പോയി. കാരണം ഈ കൊച്ച് ജന്മന എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു 15-17 വയസ്സെങ്കിലും പ്രായമുള്ള ഒരു യുവതിയാണ്. ഇവൾ നിലത്തിരുന്നിങ്ങനെ നിരങ്ങിയാണ് ഇവൾ സ്റ്റേജിലേക്ക് വരുന്നത്. ഒരു പാവാടയും ഒരു ജമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിലെ കൗതുകം, ഇവൾക്ക് എന്ത് അനുഗ്രഹമാണ് കർത്താവ് കൊടുത്തത്? ഇവൾ നിരങ്ങിയാണ് വരുന്നത്. ആരോഗ്യമുള്ളവർ പറഞ്ഞു പോയത് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി. പക്ഷേ ഇവൾ സ്റ്റേജിലേക്ക് ആ ഒതുക്കൊക്കെ കയറി വരുന്ന രംഗം കാണണം. അത്രയും കഷ്ടപ്പെട്ട് ഇവൾ കയറി വന്നിട്ട് ശുശ്രൂഷകൻ മൈക്ക് കൊടുത്തപ്പോൾ ഇവൾ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കൊച്ചിൻ്റെ പേര് പറഞ്ഞു. അവൻ പനിച്ച് കിടക്കുകയായിരുന്നു. തീരെ സുഖമില്ലാതെ കിടക്കുന്ന രംഗം കണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ വന്നിരുന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചെന്നപ്പോൾ അവൻ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അവൻ്റെ പനി മാറി. കർത്താവ് സമ്പൂർണ്ണ സൗഖ്യം അവന് നൽകി. അയൽവക്കത്തുള്ള ഒരു കൊച്ചിന് സൗഖ്യം കിട്ടിയ സന്തോഷം ഈ 15 വയസ്സുകാരി നിലത്തിരുന്ന് നിരങ്ങി വന്നിട്ട് ഇവൾ മൈക്കെടുത്ത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. പിന്നെ എനിക്ക് ആ വേദിയിലേക്ക് കയറി പിന്നെ അടുത്ത ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ത്രാണി നഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ക്രിസ്തീയ ജീവിതം? നമ്മളിലിങ്ങനെ ചുറ്റിപ്പറ്റി ജീവിക്കുകയാണ്. നമുക്ക് അപ്പുറത്തേക്കൊരു ലോകമുള്ളതോ മറ്റ് ഒരു വ്യക്തിയുടെ സഹനത്തെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ ജീവിതം നമുക്ക് സഹനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി തള്ളുകയാണ്. ഇത് സഹനമല്ല, കാരണം കർത്താവ് സ്വീകരിക്കാനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. മറ്റൊരു രംഗം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ ശുശ്രൂഷാലയത്തിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചേച്ചി ഇതുപോലെ വന്നു. അവർ വന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, ബ്രദറെ ഒന്ന് എൻ്റെ കൂടെ വരുമോ? ഒരു മാനസിക രോഗ ആശുപത്രിയിൽ ഒരു അമ്മയും മോളും കിടപ്പുണ്ട്. ഒരു ഹിന്ദു കുടുംബമാണ്. അപ്പം ഞാൻ ആ രംഗത്ത് നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചെന്ന് അവർക്ക് യേശുവിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു സമാധാനം കിട്ടിയാലായല്ലോ എന്നാണ് ഈ ചേച്ചിയുടെ ധാരണ. അപ്പം ഞാനാണെങ്കിൽ അന്ന് ഒത്തിരി ശുശ്രൂഷയുടെ നടുവിലാണ്. ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു ചേച്ചി, എനിക്ക് വരാൻ പറ്റില്ലല്ലോ, ഞാൻ എത്ര മണി വരെ വേണമെങ്കിലും കാത്തിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞൊരു 4 മണി വരെയെങ്കിലും കാത്തിരിക്കണം. ഈ പാവം ചേച്ചി 10 മണിക്ക് വന്നിട്ട് 4 മണി വരെ ദിവ്യകാരണത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഏതാണ്ട് 4 മണിയോടുകൂടി ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നെ ബസ് കയറ്റി ഒരു 14 കിലോമീറ്റർ അകലെയുള്ള ഈ മാനസിക രോഗ ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി ഈ മേൽ പറഞ്ഞ മാനസിക രോഗിയായ പെൺകൊച്ചിനെയും അമ്മയും കാണിച്ചു തന്നു. അപ്പോൾ ഈ പെൺകൊച്ചാണെങ്കിൽ വായിൽ വന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുലമ്പിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കൊച്ചിനെ പ്രതി ഈ അമ്മ സഹിക്കുന്ന വേദനയാണ് ഈ ചേച്ചി സഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ദൗത്യം എന്താണ്? ഈ അമ്മയെ പറഞ്ഞ് സാന്ത്വനിപ്പിക്കുക, എന്നിട്ട് ഈശോനെ പറ്റി പറഞ്ഞു കൊടുക്കുക, പതുക്കെ ഒരു ധ്യാനത്തിലേക്ക് ഇവരെ പറഞ്ഞയക്കുക. ഇതൊക്കെയാണ് എൻ്റെ ദൗത്യം. ഞാനിത് എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴേക്കും സമയം ഒരു 5:30-6 മണി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോരാൻ വേണ്ടി നേരത്തെ ഈ ചേച്ചി ഒരു അപേക്ഷ കൂടി പറഞ്ഞു, ബ്രദറെ ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് വരൂ. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് തീരെ താല്പര്യമില്ല, പോകാൻ ഒട്ടും താല്പര്യമില്ല. കാരണം 6-6:30 മണി സമയമായി.
ഇനി ഞാൻ ഇവരെ കൂടെ ഞാൻ എവിടെ പോകണം എന്നുള്ള ചിന്ത വന്നു. എന്തായാലും ഇവർ ഓട്ടോ വിളിക്കുന്നു, എന്നെ കയറ്റി അവരെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഏതാണ്ട് വണ്ടി നിർത്തി. ഗേറ്റ് തുറന്നു, അവരെന്നെ വിളിച്ചു. ഞാൻ ഒരു മടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, കാരണം വേറെ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട്. അവരെ വീടിൻ്റെ മുൻഭാഗം അടഞ്ഞു കിടക്കുന്നു. അവർ വീടിൻ്റെ ഫ്രണ്ട് വാതിൽ തുറക്കുന്നു. മുറിയിലേക്ക് കയറി ചെന്ന് ഇവരാരോടോ സംസാരിക്കുന്നത് ഞാൻ പുറമേ നിന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഈ പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ഞാൻ ആരാണ്, വല്ല പൂച്ചയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി എന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു. ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മോനാണ് ഈ കിടക്കുന്നത്. ഇവൻ ജന്മനാ തളർന്ന് കിടക്കുകയാണ്. ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ ഞാൻ ഒരുക്കിയിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് പ്രാർത്ഥിക്കൂ. സത്യം പറഞ്ഞാൽ എന്താണ് ക്രിസ്തീയ ജീവിതം? തന്നിലേക്ക് നോക്കാൻ ഇഷ്ടം പോലെ വേദന ആ ചേച്ചിക്കുണ്ട്. തൻ്റെ മകൻ ജന്മനാ തളർന്ന് കിടക്കുന്നു, ജീവശവമായിട്ട് കിടക്കുന്നു. ആ കൊച്ചിന് വേണ്ടുന്ന ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഇത് ചെയ്ത് കൊടുത്ത് റെഡിയാക്കി 10 മണിക്ക് വന്നതാണ്, വേറെ ആർക്കോ വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട്. ഞാൻ ഈ സഹോദരന് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. വർഷങ്ങൾ എത്രയോ പിന്നിട്ടിട്ടും ഈ ചേച്ചിയുടെ ആ ഒരു പ്രേക്ഷിത വേല അല്ലെങ്കിൽ ആ ചേച്ചിയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഞാൻ ഇന്നും ചിന്തിക്കാറുണ്ട്. ഹൃദയത്തെ പിടിച്ചു കുലുക്കിയ ആ ചേച്ചി ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പാഠമാണ് അവർ നൽകിയത്. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ സമാധാനവും സന്തോഷം അനുഭവിക്കുന്നവരാണ്. ആ ചേച്ചിക്കൊക്കെ എന്ത് സന്തോഷമുള്ളത്? പ്രായപൂർത്തിയായ ഒരു യുവാവ് ജന്മന തളർന്ന് കിടക്കുന്നു. ആ കൊച്ചിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വാതിൽ പുറത്തേക്ക് പൂട്ടി 10 മണിക്ക് അവർ വന്നിരിക്കുകയാണ്. 14 കിലോമീറ്റർ അകലെയുള്ള ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആലയത്തിൽ. എന്നിട്ട് അവർ 4 മണി വരെ കാത്തിരുന്നു. പിന്നെ സ്വന്തം മകൻ്റെ അടുത്തേക്ക് വരുന്നത് അവർ 6:30 മണിക്കാണ്. നമ്മൾ ഇതിനെന്ത് പേര് വിളിക്കണം? എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് പ്രേക്ഷിത വേല, ഇതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 തിരുവചനം, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായവർ. നമ്മൾ ദുരിതം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഓടുന്നത്. ദുരിതം മാറിക്കിട്ടണം, പ്രശ്നം മാറിക്കിട്ടണം. പക്ഷെ കർത്താവ് പറയുകയാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഈ സുവിശേഷം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കർത്താവ് ഇങ്ങനൊരു കാര്യം പറഞ്ഞു വെച്ച കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ കർത്താവിലേക്ക് ഇന്ന് വരുന്നത് ദുരിതം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൈവശമുള്ള ദുരിതങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങളേ ഉള്ളൂ. കാരണം നമ്മൾ നമ്മളിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. വേറൊരു സഹോദരനിലേക്ക് നോക്കാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മളെ ഇന്നത്തെ ദുരിതം. യേശു കാൽവരി കുരിശിൽ ചുമന്നുകൊണ്ട് ഇഴഞ്ഞു നീങ്ങുമ്പോൾ, മുഖം കുത്തി വീഴുമ്പോൾ യേശുവിന് ആ പീഡകളെ ഓർക്കാമായിരുന്നു. പെറ്റ അമ്മ കൂടെയുണ്ട്, അമ്മയുടെ ദയനീയ അവസ്ഥ ഓർക്കാമായിരുന്നു. യോഹന്നാൻ അരുമ ശിഷ്യൻ കൂടെയുണ്ട്. ഈ 2 വ്യക്തികളെയും ഈശോയ്ക്ക് മനസ്സുകൊണ്ട് ഓർക്കാമായിരുന്നു. പക്ഷേ ഈശോ ഓർത്തത് ഓർസ്ലേം പുത്രിമാരെക്കുറിച്ച്, അവരനുഭവിക്കാൻ പോകുന്ന വേദനകളെക്കുറിച്ച് ആബേലച്ചൻ എഴുതി വച്ചു. ഓർസ്ലേമിൻ പുത്രിമാരേ, നിങ്ങളിൽ എന്നെയോർത്തെന്തിനേവം കരയുന്നു നിങ്ങളെയും സുധരെയുമോർത്തോർത്തു കേണുകൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠം നൽകിയ നിമിഷമാണ്. ഈശോയ്ക്ക് തൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കാം, പെറ്റ അമ്മയുടെ അവസ്ഥകളെ ഓർക്കാം. ഇനി എൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? യോഹന്നാനെക്കുറിച്ച് ഓർക്കാം, മറ്റ് 12 ശിഷ്യന്മാരെക്കുറിച്ച്. ഇതൊന്നും യേശു ഓർക്കാതെ ഓർസ്ലേം പുത്രിമാരെക്കുറിച്ച് വിലപിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതം നമ്മളിൽ തന്നെ തിരിയാതെ നമ്മളൊന്ന് അതിൽ നിന്ന് കടക്കണം, പുറത്തേക്ക് കടക്കണം. എൻ്റെ ഉള്ളിൽ ഈ അടുത്ത കാലത്ത് കിട്ടിയൊരു വാക്കാണ്, നമ്മളിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല. നമ്മളിന്ന് നമ്മളിലാണ് ജീവിക്കുന്നത്, അതല്ല ക്രിസ്തീയ ജീവിതം. നമ്മളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം.
എന്നിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കിട്ടുക. ഇന്ന് പ്രാർത്ഥനാ സഹായം വരുന്ന ഓരോ സഹായങ്ങളും നോക്കുമ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ കാര്യങ്ങളല്ലേ അറിയിക്കുന്നുള്ളൂ. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്ന ചില അമ്മമാരുണ്ട്. എൻ്റെ നാട്ടിലൊരു വളഞ്ഞ കാലുള്ളൊരു ചേച്ചിയുണ്ട്, രുക്മിണി ചേച്ചി എന്ന് ഞങ്ങൾ വിളിക്കും. രുക്മിണി വളഞ്ഞ കാലാണ്. ഇവരേതാണ്ട് 15 കിലോമീറ്റർ അകലെ നിന്ന് വരുമ്പോൾ തന്നെ ബസ്സുകാരുടെ ഔദാര്യത്തിലാണ് അവർ വരുന്നത്. വണ്ടിക്കാർ കയറ്റി കൊടുക്കണം. ഇവർ വന്നിട്ട് ഇവരെ കയ്യിൽ കുറച്ച് കുറിപ്പുണ്ടാവും. ആ കുറിപ്പ് ഈ കഴിഞ്ഞ ആഴ്ച പോലെ എൻ്റെ കയ്യിൽ തന്നു. ഈ തന്ന കുറിപ്പൊക്കെ അയൽവാസികളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും മുസ്ലിം സഹോദരങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇവരെ കയ്യിൽ കൊടുത്തു വിടുക. ഈ ചേച്ചിക്ക് വേണ്ടി ചേച്ചി പ്രാർത്ഥിക്കണമെന്ന് പോലും പറയാറില്ല. ഏത് സമയത്തും വീഴാൻ സാധ്യതയുള്ളൊരു കഥാപാത്രം. ബസ്സിൽ കയറാൻ സ്വന്തമായിട്ട് കയറാൻ പറ്റില്ല അവർക്ക്. അത്രമാത്രം വിരൂപമായൊരു കാലാണ്. ഈ അവസ്ഥയിൽ അവർ വരുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ഉള്ളുകൊണ്ട് ഞാൻ നമിച്ചു പോകാറുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. എന്തുകൊണ്ട് നമുക്ക് ഈ വചനത്തെ നമുക്ക് ഇന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല? രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓടടാ ഓട്ടം, എന്നിട്ട് രക്ഷ കിട്ടുന്നുണ്ടോ? രക്ഷ കിട്ടുന്നില്ല. കാരണം എന്താണ്? ഇത് കർത്താവ് അനുവദിച്ചതാണ്. ഈ ഞെരുക്കം, ഈ കടഭാരം, ഈ രോഗം കർത്താവ് അനുവദിച്ചതാ. അപ്പം അതിന് രക്ഷ കിട്ടണമെങ്കിൽ ആ കർത്താവിനോട് ചേർന്നിരുന്നാൽ മതി. സങ്കീർത്തന പുസ്തകം 119:71 പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. സങ്കീർത്തകൻ പറയുകയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എന്നാണ് പറയുന്നത്. ദുരിതകാലത്തല്ല ഇത് പറയുന്നത്, ദുരിതം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ അറിവ് കിട്ടിയത്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. കർത്താവിൻ്റെ ചട്ടങ്ങൾ, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ ഇഷ്ടം, അത് അഭ്യസിക്കാൻ കിട്ടിയ ഒരു നല്ല മുഹൂർത്തമാണ് ദുരിതകാലം എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചു. 119:71. ഏശയ്യ 30:20-21 വചനത്തിലും ഇങ്ങനൊരു കാര്യം കിടപ്പുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ കർത്താവിൻ്റെ കൈ നിന്ന് എന്ത് കിട്ടുന്നു? കഷ്ടത. കർത്താവ് പറയുകയാണ്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും. അപ്പം നൽകുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പ്രശ്നമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും എന്ന് പറയുമ്പോൾ നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ കഷ്ടതയുടെ കാലത്ത് 2 അനുഗ്രഹങ്ങൾ നമ്മൾ നോക്കിയിരിപ്പുണ്ട്. ഒരു വ്യക്തി ആധ്യാത്മികമായിട്ട് വളരുന്നത്, അവൻ ക്രിസ്തുവിനെ പഠിക്കുന്നത് കഷ്ടതയുടെ കാലത്താണ്. ആ അനുഗ്രഹമാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ക്ലേശത്തിൻ്റെ ജലവും നിനക്ക് നൽകിയാൽ നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. എന്ന് വെച്ചാൽ കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് കഷ്ടതയുടെ കാലഘട്ടം. സാമ്പത്തികമായിട്ട് നമ്മൾ ഞെരുക്കമുള്ളൊരു കാലത്ത് കണ്ടറിഞ്ഞൊരു വ്യക്തി നമുക്ക് ഒരു 10,000 രൂപ നമ്മളെ പ്രശ്നത്തിന് തന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആരെ കണ്ടു? കർത്താവിനെ കണ്ടു. ആ തന്ന വ്യക്തിയേക്കാൾ ഉപരി നമ്മൾ ക്രിസ്തുവിനെ കണ്ടു. എൻ്റെ കർത്താവ് എൻ്റെ പ്രശ്നത്തിലേക്ക് വന്ന് ഇന്ന കാര്യം ചെയ്തു. 2ാം സ്ഥാനത്ത് നമ്മൾ ആ വ്യക്തിയെ കണ്ടു. വീണ്ടും പറയുകയാണ്, അപ്പോൾ കർത്താവിനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നത് എവിടെയാണ്? കഷ്ടതയുടെ കാലഘട്ടത്തിൽ. ഇനി മറ്റൊരു ഭാഗം കൂടി പറയുകയാണ്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗൈഡൻസ് നൽകുന്നതും സഹനകാലത്താണ്. കർത്താവ് പറയും ഇതാണ് വഴി. ഒരു പക്ഷേ ഒരു വചനത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വചനപ്രഘോഷണത്തിലൂടെ ആയിരിക്കാം നമ്മളെ കർത്താവ് നയിക്കുന്നത്. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പം നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ കാര്യം തൽക്കാലം നമ്മളങ്ങ് മാറ്റിവെക്കും. ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു മദ്യ ഷോപ്പ് നടത്തിയിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി 1,00,000 രൂപയാണ് ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വരുമാനം. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിബന്ധനങ്ങളും വർദ്ധിച്ചു. അദ്ദേഹം അവസാനം ദൈവസന്നിധിയിലെത്തി ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. ദൈവവചനം ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ദൈവഹിതമല്ല, അത് തെറ്റാണ്, അത് പാപകരമാണ്.
അത് അനേകരെ പാപത്തിലേക്ക് നയിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയത് അന്നാണ്. അന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു, ഇനി ഈ വരുമാനം എനിക്ക് വേണ്ട. അദ്ദേഹം ആ സ്ഥാപനം പൂട്ടി. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വരം അദ്ദേഹം കേട്ടു, ഇതാണ് വഴി, ഇതിലേ പോവുക. ആ വ്യക്തി ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായി മാറി. വർഷങ്ങൾക്ക് മുൻപ് ഇതേ ധ്യാന കേന്ദ്രത്തിൽ കണ്ണൂരിൽ നിന്നും ബീഡി തൊഴിലാളികളായ സ്ത്രീകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ വന്ന് ധ്യാനം കൂടി. ദൈവവചനം ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തൊഴിൽ അനേകരെ നശിപ്പിക്കുന്ന തൊഴിലാണ്. ഇനി ഈ തൊഴിൽ വേണ്ട. ഒരുമിച്ച് അവർ തീരുമാനമെടുക്കുകയാണ്. ധ്യാനം കഴിഞ്ഞു, അവർ ആ തൊഴിൽ മാറ്റിവെച്ചു. കാരണം വേറെ തൊഴിൽ കർത്താവിൻ്റെ കയ്യിലുണ്ട്, കർത്താവ് തരും, കർത്താവ് എൻ്റെ കുടുംബത്തെ പോറ്റുന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ മാറി. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പം കഷ്ടതയുടെ കാലഘട്ടത്തിൽ ഒന്ന് ദൈവത്തെ കാണാം, ഒന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാം. അതുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം. എന്താണ് പറഞ്ഞത്? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനചിന്തയിലൂടെ നൽകാൻ ഞാൻ പ്രേരിപ്പിച്ചത്, എൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത്, നമ്മളിലേക്ക് നോക്കി നെടുവർപ്പെടാതെ കർത്താവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരുക, മറ്റുള്ളവരിലേക്ക് നോക്കി നെടുവർപ്പെടുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വളരുക. അങ്ങനെ നമ്മുടെ ഹൃദയം വളരട്ടെ. യേശുവിൻ്റെ ഹൃദയം വിശാലമായത് എന്തുകൊണ്ടാണ്? യേശു മറ്റുള്ളവരിലേക്ക് നോക്കി. പരിശുദ്ധി അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇളയമയെ പോയി ശുശ്രൂഷിച്ചു. മറ്റുള്ളവൻ്റെ വേദന സ്വന്തം വേദനയായിട്ട് കണ്ടു. അപ്പം ആ ഒരു മനോഭാവം നോക്കിക്കേ. അമ്മയുടെയും ഈശോയുടെയും ആ മനോഭാവത്തിലേക്ക് നമ്മളെ ഹൃദയം എന്ന് വളരുന്നു, എന്ന് മറ്റുള്ളവരുടെ വേദനയിലേക്ക് ഞാൻ നോക്കുന്നവനാണ്, അന്ന് മുതൽ നമുക്ക് ക്രിസ്തീയ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ജീവിതത്തിന് നമുക്കൊരു അർത്ഥം ലഭിക്കും. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.